ഈ വരുന്ന ആളെ അറിയാമോ ഗൈസ്? എവിടെ മക്കളെ? എന്നെ കളിയാക്കി പറഞ്ഞവരൊക്കെ എവിടാ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. തലേന്ന് രാത്രി നോബിൻ്റെ മിനിയുടെ വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾ ഒന്ന് ബീച്ചിൽ പോയി. കിടന്നപ്പോഴത്തേക്കും സമയം 2:30 ആയിരുന്നു. പിറ്റത്തെ ദിവസം മോർണിംഗിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ റെഡിയായി ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഹായ് ഹലോ, ഞങ്ങൾ പോവാണ് ഗൈസ്. തിരുവനന്തപുരത്തെ ഭയങ്കര എന്റർടൈൻമെന്റ് എന്തൊക്കെയോ ആയ അഡ്വഞ്ചറസ് പാർക്കൊക്കെ ഉള്ള പൂവാറിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. എന്റെ മുഖമാണോ കാണിക്കുന്നത്, നിന്റെ മുഖമാണോ മനസ്സിലായില്ല. അപ്പോൾ അതാണ് സംഭവം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതാ ഓൺ ദ വേയിലാണ്. വേറെ 2 ആൾക്കാരും കൂടി ഉണ്ട്. ആ 2 പ്രശസ്തരായ വ്യക്തികൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ 4 പേരും മാത്രമല്ല, ബിന്നി നോബിനും വരുന്നുണ്ട്. അവരവരുടെ കാറിൽ വേറെ വഴിക്കാണ് വരുന്നത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കുറച്ച് ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിട്ടോ. അവിടെ എത്തിയപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണുന്നൊന്നുമില്ല. ഒരു കായൽ കാണുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഇത് മാത്രമാണ് ഉള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെയാണ് അറിഞ്ഞത് വേറൊരു പ്ലേസിലോട്ട് പോകണം. ഇവിടുന്ന് ബോട്ടിലൊക്കെ കയറി അവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് എത്തിച്ചേരാനുള്ള സ്ഥലമെന്ന് ഞങ്ങൾ പിന്നീട് അറിഞ്ഞു. വാ. ഇനി ഞങ്ങളല്ലോ അതിൽ സൗണ്ട് ഇല്ല, അത് വീഡിയോ മാത്രം. ഇത് സൗണ്ട് ഉള്ള ഗോഗോലാൻഡ്. ഒത്തിരി നേരമുണ്ട്. വെള്ളത്തിൽ ആ ബോൾ എങ്ങനെ ഒരു മണിക്കൂർ അതൊക്കെ ക്ഷീണിച്ചില്ലേ? ഒത്തിരി ദൂരം മടുത്തു. ഇതാണ് ആദ്യക്കുട്ട്. അപ്പൊ എന്റെ ക്യാമറയിലില്ല. ദേവിയുടെയും ധന്യയുടെയും ഞങ്ങളല്ല അത് ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന ഇങ്ങനെ സീറ്റുകളിൽ എന്റെ സീറ്റാണ്. ഇങ്ങനെ നമ്മൾ ഗോകുലാൻഡിലേക്കുള്ള പ്രയാണത്തിലാണ് ഗൈസ്.
നമുക്ക് അതിന് കളിക്കാന്ന് വീഡിയോ ഒക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാം നമ്മള് പോവാറെത്തി ഗൈസ്. ഈ വരുന്ന ആളെ അറിയാമോ ഗൈസ്? ആരാ എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ആ മണ്ടൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവന്റെ നമ്മുടെ പരസ്യം. ആദ്യം കളിച്ചോണ്ടിരിക്കുക. എന്നാ പിന്നെ ശരി, നിങ്ങളിവിടെ കളി, ഞങ്ങൾ പോയിട്ടില്ല. അതെ ഹായ് താടാ, മൈൻഡ് പോലും ചെയ്യില്ല. ഹായ് പറടാ. അതിഗ്രമായ ട്രെയിനിലാണ്. അത് നേരെ കൊപ്പുള്ള അങ്ങനെ നൂബിൻ ജോണി കുതിരയെ കീഴടക്കാൻ. അതാ എന്റെ പ്രശ്നം. വട്ടം കറക്കരുത് അല്ലേ? വട്ടം കറക്കിയാ പോയി. നടക്കില്ലേ നടുവേദനയാന്ന് പറഞ്ഞെങ്ങാനും വന്നാ എടാ അത് കവണയല്ല, മോശല്ല മോശല്ല. ഇത് കവണയല്ലടാ. ഇത് കവണ കൊടുക്കുന്നത് ഞാനേ. ഇത് സിമ്പിൾ ആയി. അത് ആ സാധനത്തേക്ക് ഉന്നോക്ക് വെച്ചിട്ടാ. നിനക്ക് വേണോടി? പിന്നെ ഒരേ ചിലപ്പോ നീ അതോ അടിച്ച് നമുക്ക് ഇപ്പൊ പോയി 100 രൂപ റീചാർജ് ചെയ്യാം. പിന്നെ 100 രൂപ കിട്ടൂല. അല്ല 100 ഒന്നിന് അതേപോലെയാണ് ആർച്ചറി. ആ വലി ശക്തി ഉപയോഗി. പവർ ഓഫ് ഗേൾ പോരട്ടെ. പിടിച്ച് ബാലിയടി. ഗീതാ ഗോവിന്ദം, ടീം ഗീതാ ഗോവിന്ദം അടി. ഗീതാ ഗോവിന്ദത്തിന് വേണ്ടി ആ വള്ളമൊക്കെ താഴത്തേക്ക് കുടുംബളങ്ങനെ വലി വലി നല്ല വലി. ആ ഇട്.
ആ പഠിപ്പിച്ചു കൊടുക്കുക. മാറാതി മുന്നിൽ മാറ്. നേരെ ബ്ലാക്കിക്കാണ് ഉന്നം. എവിടെ എവിടെ മക്കളെ എന്നെ കളിയാക്കി പറഞ്ഞവരൊക്കെ എവിടാ? അതിൽ ഇത്തിരി ബെറ്റർ ആയിട്ട് വെച്ചോന്ന് ഞാനടാ. നമുക്ക് അധികം കയറാം. വീഡിയോ എടുക്കാം. അവിടെ വീഡിയോ എടുക്കാം. എടാ തിരിയടാ പോട്ടാ. എടാ അങ്ങനെയല്ല. അവള് തന്നെ കറക്റ്റ് നോക്ക്. എന്താ അട്ടത്ത് കയറി പരിപാടി? വീഴല്ല വീഴല്ല, ചപ്പൽ നോക്കിയാറ്. അഡ്വഞ്ചറസ് ഗെയിംസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്.
ആദി ഹലോ, അങ്ങനെ ഒരു ഫുൾ ഡേ പൂവാർ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ടയർഡാണ്, കുറേ വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? പിന്നെ എനിക്ക് അതെ 950 ഒക്കെ നമ്മൾ ഇന്നിപ്പോൾ ബൊഫറ്റ് ഇല്ല, അതുകൊണ്ട് നോർമൽ ഫുഡ് വെച്ചിട്ടുള്ള മെനു ആണ്. നമുക്ക് 950 ചാർജ് ചെയ്തു. പക്ഷേ അടിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ ATVയും അല്ലെങ്കിൽ ആർച്ചറിക്കൊക്കെ ഒരു സെപ്പറേറ്റ് പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത്രയും പൈസ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഫ്രീ ആക്കി തരാവുന്നേ ഉള്ളൂ എന്നെനിക്ക് തോന്നി. ഓക്കെ നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഫണ്ട്. അതാ നമ്മൾ അഡൾട്ട്സിന് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ വെള്ളവും എനിക്ക് എത്രത്തോളം ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നമ്മൾ നേരെ പട്ടാമ്പിക്ക് പോവാണ്. അപ്പോൾ ഇനി ഓൺ ദ വേയിൽ കാണാം ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും ദേവേട്ടനും ആദ്യം കൂടി ഞങ്ങളുടെ സ്വന്തം കാറിൽ തിരുവനന്തപുരത്ത് നിന്ന് പട്ടാമ്പിയിലോട്ട് വരികയാണ്. ഒരു വിഷമമുള്ള കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. ഞാൻ ഇന്ന് ഗോകുലണ്ടിൽ നിന്ന് 2 വട്ടം വീണു. ഭാഗ്യത്തിന് 2 വട്ടം വീണതിൻ്റെ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാണം കിട്ടില്ല. അതുകൊണ്ട് കാല് നല്ല വേദനയുണ്ട്. അങ്ങനെ വേദന സഹിച്ച് ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ. അവിടെ ഫെസ്റ്റിവൽസിലൊക്കെ ഫുൾ ലൈറ്റായിരിക്കും, ലൈറ്റപ്പായിരിക്കും എല്ലാവിടെയും. ഇങ്ങനെ മാല ബൾബ് ഫുൾ തൂക്കിയിട്ട് കളർഫുള്ളായിരിക്കും. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല, പാലക്കാടൊന്നും ഇങ്ങനെയല്ല. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ല ഭയങ്കര ഒരു പുതിയ കാഴ്ചകളായിരുന്നു ഇതൊക്കെ. അപ്പോഴാണ് ദേവേട്ടൻ പറഞ്ഞു ഇവിടെ എല്ലാ സമയത്തും ഇങ്ങനെ പൊങ്കാല വരുമ്പോഴും ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ന്യൂ ഇയർ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയാണ് സെലിബ്രേഷൻ. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളിപ്പോൾ കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര മുഗൾ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഒരുപാട് ദൂരെ യാത്ര ആയതുകൊണ്ട് ഇപ്പോഴേ കഴിച്ചിട്ട് അങ്ങ് വണ്ടി കയറിയിരിക്കാനുള്ള പ്ലാനിലാണ്. രാത്രി 1 മണിക്ക് വീട്ടിലെത്തുള്ളൂ.
1 മണിക്കൊന്നും വീട്ടിലെത്തൂല, 2-2:30 ആവും. ഫുഡ് വരട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ച് വണ്ടി കയറിയ പാടെ ആദ്യം സൈഡായി. ആദ്യം ബാക്കിൽ നല്ല ഉറക്കമായിരുന്നു. ഞാനും ദേവേട്ടനും പിന്നെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് യാത്ര അങ്ങനെ തിരിച്ചു. ഇടയ്ക്കൊക്കെ ഒന്ന് ഞാനൊന്ന് മയങ്ങി, ചെറുതായി ഒന്ന് മയങ്ങിപ്പോയി. എന്നാലും ഞാൻ പിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ദേവേട്ടനെ കൂട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 2:30-3 മണിയോട് കൂടിയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.